ചിന്തിക്കാൻ കഴിയുന്നത് എന്നതൊരു ചോദ്യമാണല്ലോ. ഇവര് ചെറിയ പ്രായം മുതൽ പഠിക്കുന്നത് എന്താ? ഈ മത കിതാബുകളാണ്. ഈ മതം പഠിപ്പിക്കുന്ന ഉസ്താദുമാരുടെ തലയിൽ നിന്ന് വെളിവുള്ളത് എന്തെങ്കിലും നമ്മൾ പ്രതീക്ഷിച്ചിട്ട് അർത്ഥമുണ്ടോ? ഇല്ല. കേട്ടോ, മരിച്ചവർക്ക് ഖുർആൻ ഓതാൻ പറ്റുമോ? ഞാൻ ഓതാൻ പറ്റും. എന്താ തെളിവ്? ഞാൻ തെളിവ് പറഞ്ഞേക്ക് തിരിയോ? തിരിയോ? ഇക്റഉ മൗതാക്കും യാസീൻ ഇല്ലേ? ഹദീസ് സ്വഹീഹാണല്ലോ. യാസീൻ സൂറത്ത് ഓതണം. അപ്പൊ അയാൾ പറഞ്ഞു അവിടെ മൗതാക്കും എന്ന് പറഞ്ഞാൽ മരിച്ചവർ എന്നല്ല അർത്ഥം, മരണമാസന്നമായവർ, മരിക്കാനായവർ, അവരുടെ പേരിൽ യാസീൻ ഓതിയാൽ പെട്ടെന്ന് റൂഹ് എളുപ്പത്തിൽ പോകും എന്നാണ് അർത്ഥം. ഞാൻ പറഞ്ഞ എങ്ങനെയുണ്ട്? ഈ ഖുർആൻ തന്നെ ലിയുൻദിറ മൻ കാന ഹയ്യൻ വയഹക്കൽ ഖൗലു അലൽ കാഫിരീൻ, ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് ഉദ്ബോധനം നൽകാൻ, അവർക്ക് മുന്നറിയിപ്പ് നൽകുന്നതിന് വേണ്ടിയും കാഫിറുകൾക്ക് ശിക്ഷ ഉറപ്പാക്കുന്നതിനും വേണ്ടിയാണ് ഖുർആൻ എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഈ യാസീൻ എന്ന് പറയുന്ന അധ്യായത്തിൽ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇവര് പറയുന്നത് ലക്കിനോ മൗത്താക്കും യാസീൻ എന്നുമുണ്ട്, ഇക്റഉ മൗത്താക്കും യാസീൻ എന്നുമുണ്ട്. മരണാസന്നനായി കഴിഞ്ഞാൽ യാസീൻ ഓതുക. എന്തിന്? ഈ ഖുർആനിനകത്ത് എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് പ്രവർത്തിക്കാൻ ഇവന് ജീവൻ ഉണ്ടെങ്കിലല്ലേ പറ്റൂ. ഈ ഖുർആനിനകത്ത് പറഞ്ഞിരിക്കുന്ന കൊല്ലാനും കൊല്ലപ്പെടാനും അയൽക്കാരനോട് യുദ്ധം ചെയ്യാനും രൂക്ഷത കാണിക്കാനും പതുങ്ങിയിരുന്നിട്ടാണെങ്കിലും അവന്റെ തലയെടുക്കാനെന്നും ഒക്കെ ഈ ശ്വാസം എടുക്കാൻ പോലും വയ്യാതെ ഇളുത്ത് വലിച്ചു കിടക്കുന്ന ഇവനോട് ഈ സമയത്ത് വന്ന് ഇവന്റെ തലയുടെ ചുവട്ടിൽ ഇരുന്നിട്ട് അങ്ങനെ ചെയ്യണടാ ഇങ്ങനെ ചെയ്യണ്ട എന്ന് പറഞ്ഞാൽ അവനൊരു അല്പമെങ്കിലും ആരോഗ്യമുണ്ടെങ്കിൽ എഴുന്നേറ്റിരുന്നവൻ ഈ ഊതുന്നവന്റെ തലയടിച്ചു പൊട്ടിക്കും. ഇത്രയ്ക്കേ ഇവർക്ക് വിവരമുള്ളൂ. അതുകൊണ്ട് ഇപ്പോഴും ഇവർ ചർച്ച ചെയ്യുന്നത് എന്താ? കിതാബ് ഒരു കയ്യിൽ വാളും എടുത്ത് അപരന്റെ ജീവൻ എടുക്കാൻ ഇവന്റെയൊക്കെ കുലം ഇറങ്ങിത്തിരിക്കുമ്പോഴും ഇവനൊക്കെ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും കണ്ടോ? മരിച്ചു കഴിഞ്ഞിട്ടാണോ അവന്റെ അടുത്തിരുന്ന് ഖുർആൻ ഓതേണ്ടത്, അതോ മരണാസന്നനാകുമ്പോഴാണോ ഓതേണ്ടത്? ഇതാണ് ഇവരുടെ ചിന്ത. ഇവരിൽ നിന്നും കൂടുതലൊന്നും നമ്മൾ പ്രതീക്ഷിക്കരുത് കേട്ടോ. വലിയ പ്രശ്നമാണ് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ. എത്ര സമ്പാദിച്ചാലും ഒന്നും കയ്യിൽ തങ്ങുകയില്ല. പാഴ്ചെലവുകൾ വർദ്ധിക്കുന്നു. 4 മടക്കിയ ചെറിയ വെള്ള പേപ്പറിൽ 156 രൂപ വെക്കുക. നാം ഏത് നാട്ടിലാണ് ഉള്ളത് അവിടുത്തെ പൈസയാണ് വെക്കേണ്ടത്. 2 പ്രാവശ്യം പൈസ വെച്ച് മടക്കിയ ശേഷം പേപ്പറിൽ സുഗന്ധം പുരട്ടിയ ചെറിയ തുണിക്കഷ്ണം വെച്ച് മടക്കി കയ്യിൽ പിടിച്ച് സൂറത്തുൽ ഫത്ഹ് ഓതുക. പണം തടസ്സമില്ലാതെ വന്നുകൊണ്ടിരിക്കുന്നു എന്ന് മനസ്സിൽ കാണുകയും ഉറപ്പിക്കുകയും ചെയ്തുകൊണ്ട് സൂറത്തു യാസീൻ ഓതി സ്റ്റിക്കർ കൊണ്ട് പൊതിഞ്ഞ് പേഴ്സിൽ സൂക്ഷിക്കുക. അൽഹംദുലില്ലാഹ് എന്ന് 100 പ്രാവശ്യം ചൊല്ലുക. സൂറത്തുകളും ദിക്റുകളും 14 ദിവസം പതിവാക്കുക. 1 മാസം കഴിഞ്ഞ് പൈസ ദാറുൽ ഹുക്മിലേക്ക് അയച്ചു കൊടുക്കണം. ഒരു വൃക്ഷത്തിൽ നിന്ന് എന്നതുപോലെ ധാരാളം പണം വന്നു ചേർന്ന് പാഴ്ചിലവുകൾ കുറയുന്നതാണ്. വലിയ പ്രശ്നമാണ് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ. ഇയാൾ ഇത് വന്ന് ഒരു വേദിയിൽ പറയുമ്പോൾ ഇയാൾക്ക് കിട്ടുന്നത് ലക്ഷക്കണക്കിന് രൂപയാണ്. ഇയാളുടെ മുമ്പിലിരിക്കുന്ന ആളുകളെ കുറിച്ചിട്ടൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. അവരൊരു 100 രൂപ ഇല്ലാതെയാണ് കഷ്ടപ്പെടുന്നത്. അപ്പോൾ ഒരു പേപ്പറിനകത്ത് ഈ 100 രൂപ നോട്ട് പൊതിയണം, എന്നിട്ട് ഇവർക്ക് അയച്ചു കൊടുക്കണം കേട്ടോ. അതാണ് രസകരം. അത് നിങ്ങൾ കേട്ടില്ലേ? എത്ര സമ്പാദിച്ചാലും ഒന്നും കയ്യിൽ തങ്ങുകയില്ല. പാഴ്ചെലവുകൾ വർദ്ധിക്കുന്നു. 4 മടക്കിയ ചെറിയ വെള്ള പേപ്പറിൽ 156 രൂപ വെക്കുക. നാം ഏത് നാട്ടിലാണ് ഉള്ളത് അവിടുത്തെ പൈസയാണ് വെക്കേണ്ടത്. 2 പ്രാവശ്യം പൈസ വെച്ച് മടക്കിയ ശേഷം പേപ്പറിൽ സുഗന്ധം പുരട്ടിയ ചെറിയ തുണിക്കഷ്ണം വെച്ച് മടക്കി കയ്യിൽ പിടിച്ച് സൂറത്തുൽ ഫത്ഹ് ഓതുക. പണം തടസ്സമില്ലാതെ വന്നുകൊണ്ടിരിക്കുന്നു എന്ന് ഇത് വിശ്വസിക്കുന്ന ഒരു ജനതയിൽ നിന്നും എന്തെങ്കിലും തലയ്ക്കകത്ത് ആളുതാമസമുള്ളത് നിങ്ങൾ ആരെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടോ? പ്രതീക്ഷിക്കരുത്. കാരണം ഇവർക്കറിയാം ഇവരും വിഡ്ഢികളാണ്. ഇവര് പറയുന്ന സകലമാന വിഡ്ഢിത്തങ്ങളും തൊടാതെ വിഴുങ്ങാൻ ഇവരുടെ മുമ്പിലിരിക്കുന്ന ജനതയ്ക്ക് സാധിക്കും എന്നുള്ള വിശ്വാസമാണ് ഇവർക്ക്. അടുത്തത് അതുപോലെ ഞാൻ ആവശ്യപ്പെട്ട് ഒരു ഗ്ലാസ് വെള്ളം എടുത്തു കൊടുത്തു.
അപ്പം അതിലിങ്ങനെ ഊതി, ഞാൻ പറഞ്ഞു ഊതിയ പോരാ, ഇതെനിക്ക് പിന്നെ മന്ത്രിച്ച് തന്നാൽ പോരാ, വായലാക്കി കുലുക്കുഴിഞ്ഞ് തരണം, ഞാൻ നന്നായി കിട്ടാൻ. അപ്പോൾ അതുപോലെ വായലേക്ക് ഇങ്ങോട്ടാക്കി ഇങ്ങനെ കുഴിച്ചിട്ട് ഇല കൊണ്ട് ആക്കി തന്നു. ഞാൻ അരച്ച് കുടിച്ച് അതുപോലെ വായലേക്ക് ഇങ്ങോട്ടാക്കി ഇങ്ങനെ കുഴിച്ചിട്ട് ഇല കൊണ്ട് ആക്കി തന്നു. ഞാൻ അരച്ച് കുടിച്ച്. ഇതൊക്കെ നമ്മളെ ഉള്ളൂ. ഇത് മതിട്ടോ, ഇത് നമ്മളെ രക്ഷപ്പെടുത്തും. നല്ല വിശ്വാസം വേണം. വേറെ ഇവനൊക്കെ ജനിച്ചതീ പിന്നെ ഇന്ന് വരെ പല്ല് തേച്ചിട്ടുണ്ടോ എന്ന് പോലും അറിയില്ല. അസുഖങ്ങൾ മാറാനും പ്രശ്നങ്ങൾ മാറാനും ഇവന്റെ ഒക്കെ അടുത്ത് വന്നിട്ട് ഓരോരുത്തർ പറയുന്നതാ കുലുക്കുഴിഞ്ഞിങ്ങോട്ട് തരാൻ, അത് ഞാൻ കുടിച്ചോളാമെന്നത് കുടിക്കാനും ഇവനൊക്കെ ഉണ്ട്. അയ്യോ, എങ്ങനെയാ അസുഖങ്ങൾ വരാതിരിക്കുക? ഇവനൊക്കെ തുപ്പിയതും തൂറിയതും മൂത്രമൊഴിച്ചതും ഒക്കെ തിന്നാനും കുടിക്കാനും ഇവർക്ക് യാതൊരു മടിയുമില്ല. ഒട്ടകത്തിന്റെ പുറകിൽ പോയി നിന്നിട്ട് മൂത്രം പിടിച്ചില്ല ടേസ്റ്റോടെ കുടിക്കുന്നത് കാണണം. വാങ്ങിയേക്കാൻ കഴിഞ്ഞില്ല. അത് ഇത്രയും വലിയൊരു മുതലേ നമുക്ക് തിരിഞ്ഞില്ല. ആരാണോ എന്താണോ ചോദിക്കുന്നവർക്ക് ചോദിക്കുന്ന ആട് കൊടുക്കുക, ചോദിച്ചോണം. അതാണ് സിയാം മുസ്ലിയാർ പറഞ്ഞ ഇനി 2 ആനയുള്ള മുതലാളിയാണ്. അതാ സിയാം മുസ്ലിയാർ പറഞ്ഞത്. അതിന്റെ വ്യാഖ്യാനം അന്ന് ഒരു മഹാൻ എനിക്ക് പറഞ്ഞു തന്നത്, അത് 2 ലോകത്തുള്ള ഏത് കാര്യവും പറഞ്ഞാൽ 2ഉം നികത്തിത്തരാൻ മാത്രമുള്ള മുതലാളിയാന്നാ പറഞ്ഞത്. അത് വളരെ വസ്തുതയാണ്. എന്താണോ നമ്മൾ ചോദിക്കുമ്പോൾ ആഹാരമാണ് ആഹാരം കിട്ടും, ദുനിയാവാണ് ദുനിയാവ് കിട്ടും. ഇങ്ങനത്തെ ഒരു മഹാനായിരുന്നു. സമാധാനം കേട്ടോ. എന്നിട്ട് ഇവിടുത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ഇദ്ദേഹം മരിച്ചുപോയി എന്നതാണ് ആകെ ഒരു ആശ്വാസം കേട്ടോ. കാരണം കൂടുതൽ ആളുകൾക്കൊന്നും ഇദ്ദേഹത്തിന് കുലുക്കി തുപ്പിക്കൊടുക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് ഇദ്ദേഹത്തോട് ഓരോരുത്തരും വന്നിട്ട് എന്താണോ ചോദിക്കുന്നത് അത് കൊടുക്കാൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. എന്തായിരുന്നാലും ഒരു കാര്യമുണ്ട് കേട്ടോ, പടച്ചോന് പോലും കഴിയാത്തത് ഇദ്ദേഹത്തിന് കഴിഞ്ഞു എന്ന് പറയുമ്പോൾ നല്ലതാ. ഇത്രയും കാലമായിട്ട് പടച്ചോനോട് ചോദിച്ചിട്ട് ഇതുവരെ ഉത്തരം കൊടുക്കാൻ ഏതെങ്കിലും ഒരു ആളിന് ഉത്തരം കൊടുത്തതായിട്ട് ആർക്കെങ്കിലും അറിയാമോ? ഇല്ല. അടുത്തത് പണം കൊടുത്തു വാങ്ങിയ ഉടമകളായ അത് നമ്മുടെ ആന്റണി തറയക്കടവിലച്ചന്റെ ഒരു പ്രസംഗമാണ്. ഇത് വെറും ഗ്രൂപ്പ് വളർത്താൻ കച്ചവടം ചെയ്യുന്ന ഒരു പരിപാടി മാത്രമല്ല, പൈസ ഉണ്ടാക്കുന്ന പരിപാടി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ പ്രിയപ്പെട്ടവരെ, സ്വലാത്ത് ചൊല്ലി 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 അവസാനം സ്കൂൾ ഉണ്ടാകാം, കറാമത്താണ്. സ്വലാത്ത് ചൊല്ലി ചൊല്ലി കോളേജ് ഉണ്ടാകാം, സ്വലാത്ത് ചൊല്ലി ചൊല്ലി വലിയ വലിയ അക്കാദമിക തലങ്ങൾ ഉണ്ടാക്കാം, സ്വലാത്ത് ചൊല്ലി ചൊല്ലി ഹോസ്പിറ്റൽ ഉണ്ടാകാം. എന്താ നമ്മൾ ഇത്ര ആളും നിസ്കരിച്ചിട്ട് നമുക്കൊരു സ്കൂൾ പോലും ഉണ്ടാകാത്ത? ഈ നൂറെ ഹബീബെ ഒക്കെയുള്ള ആത്മീയ മജ്ലിസുകളുടെ തട്ടിപ്പുണ്ടല്ലോ, ഇത് ചെയ്യുന്നത് നബിതങ്ങളുടെ കുടുംബത്തിൽപ്പെട്ടവരാണെന്നും പറഞ്ഞ് ചില തങ്ങന്മാരാണ്. അവന്മാരെ പൊളിച്ചെടുക്കാനാണ് ചില മുജാഹിദ് മൗലവിമാര് വരുന്നത്. അപ്പോൾ അവരുടെ ജിന്ന് സേവയെ കുറിച്ച് പൊളിച്ചെടുക്കാൻ വേറൊരു വിഭാഗം വരും. ഇങ്ങനെ ഇവർ തമ്മിൽ ആരാദ്യം തീരും, ഇങ്ങനെ റിസർച്ച് ചെയ്യുവാണ്. ശരി, ഇത്ര കാലം നമ്മൾ നിസ്കരിക്കണം, ജമാഅത്തായിട്ട് നിസ്കരിക്കണം, ജമാഅത്തായിട്ട് പള്ളിയിൽ എത്ര കൊല്ലായി നിസ്കരിക്കണം, എന്തേ സ്കൂള് പോലും ഇല്ലാത്ത. എന്നോടൊരു സുഹൃത്ത് പറഞ്ഞറിയോ, എന്റെ കൂടെ അക്യുപഞ്ചർ പഠിക്കേണ്ട ഒരു സുഹൃത്ത് പറഞ്ഞത്, ജമാഅത്തായി ചെയ്യുന്നതിന് വലിയ പ്രാധാന്യമുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ സ്വലാത്ത് ജമാഅത്തായി ചെയ്യുന്നത്. അപ്പൊ ഈ രണ്ടിനും ഫായിദ ഇട്ടണ്ടേ? സ്വലാത്ത് ജമാഅത്തായി ചൊല്ലാൻ തുടങ്ങിയപ്പോ സ്വലാത്തിന്റെ നേതൃത്വം കൊടുക്കുന്ന ആൾക്കാർക്ക് സ്കൂളുണ്ടായി, കോളേജ് ഉണ്ടായി, സ്ഥാപനങ്ങൾ ഉണ്ടായി, ജംഗമ വസ്തുക്കൾ ഉണ്ടായി, എല്ലാ ഫെസിലിറ്റീസ് ഉണ്ടായി, വലിയ വലിയ കാറുകൾ ഉണ്ടായി. എന്നാ അത്ര കാലായി പള്ളിയിൽ ഇമാമത്തിന് മനസ്സിലായോ? ഈ ആത്മീയ പണ്ഡിതന്മാര് വലിയ വലിയ വീടുകളും കാറുകളും ഇഷ്ടംപോലെ സമ്പാദ്യങ്ങളും ഒക്കെ ഉണ്ടാക്കിയത് ജനങ്ങളെ പറ്റിച്ചിട്ടും ചൂഷണം ചെയ്തിട്ടുമാണ്.